ലാലേട്ടൻ വരുന്ന എല്ലാ എപ്പിസോഡിലും രേണുസുതി അങ്ങനെ വെറുതെ ഇരിക്കത്തില്ല. രേണുസുതിക്ക് എന്തെങ്കിലും ഒന്ന് ഇട്ട് കൊടുത്തെങ്കിലും ലാലേട്ടൻ എന്തെങ്കിലും ചോദിക്കാറുണ്ട്. പക്ഷേ ഇത്തവണ അത്ര തമാശയല്ല, കുറച്ച് സീരിയസാ. അതിന് കാരണമുണ്ട്. അത് രേണുസുതിയുടെ കയ്യിലിരിപ്പ് കൊണ്ടാണ്. കാരണം രേണുസുതി എല്ലാം ഇപ്പോഴും ക്യാമറയ്ക്ക് മുന്നിൽ നിന്ന് എനിക്ക് വയ്യ, എല്ലാ ആഴ്ചയിലും ഉണ്ടായിരുന്നു ഇങ്ങനൊരു ഡ്രാമ. ഈ ആഴ്ചയിൽ മാത്രമാണ് അത് ഇല്ലാതെ പോയത്. ബാക്കി എല്ലാ ആഴ്ചയിലും എനിക്ക് ഇവിടെ നിൽക്കാൻ വയ്യ, എനിക്ക് വീട്ടിൽ പോകണം, എൻ്റെ കുഞ്ഞുങ്ങളെ കാണണം, ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അത് ഹെൽത്ത് ഇഷ്യൂസ് ആണെന്ന് കരുതി സീരിയസ് ആയിട്ട് സരികയൊക്കെ സംസാരിക്കുന്നവരുണ്ട്. അതായത് രേണുസുതിക്ക് തീരെ വയ്യ, അതുകൊണ്ട് ഹെൽത്ത് ഓക്കെ അല്ല, പോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ നല്ല വോട്ടോടു കൂടിയാണ് എല്ലാ തവണയും രേണുസുതി വീണ്ടും പിടിച്ചു നിൽക്കുന്നത്. എല്ലാ വീക്കിലും എവിക്ഷനിൽ രേണുസുതി വരാറുമുണ്ട്. അത് ആ ഒരു കാരണം കൊണ്ട് തന്നെ ബിഗ് ബോസിന് അറിയാം രേണുസുതി ശരിക്കും പറഞ്ഞാൽ അവസാനം വരെ ഈ വോട്ടിലൂടെ നിലനിൽക്കാനുള്ള സാധ്യതയുണ്ട്. ഈ പറയുന്ന പ്രേക്ഷകർ വോട്ടിലൂടെ നിലനിർത്തും. അവർക്ക് സത്യത്തിൽ നഷ്ടമാണ്. രേണുസുതി സത്യത്തിൽ ബിഗ് ബോസിന് നഷ്ടമാണ്. കാരണം ഒരു കോണ്ടന്റ് കൊടുക്കുന്നില്ല, പ്രത്യേകിച്ച് അവിടെ ഒരു റോളും ഇല്ല. അവിടെ വലിയ വഴക്ക് നടക്കുമ്പോഴും രേണുസുതി അവിടെ നിന്ന് ആസ്വദിച്ച് ചായ കുടിക്കുന്നത് നമ്മൾ കാണാറുണ്ട്. അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് അല്ലെങ്കിൽ ലാലേട്ടനിലൂടെ രേണുസുതിക്ക് നല്ലൊരു തട്ട് കൊടുക്കുന്നുണ്ട്. അതായത് നന്നായിട്ട് ഗെയിം കളിക്കാൻ തന്നെയാണ്, പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അത് പറയുന്നത്. നമ്മുടെ നെവിൻ പുറത്തു പോയല്ലോ, നെവിൻ പുറത്തു പോയതിനു ശേഷമുള്ള ഒരു റീ എൻട്രി അത് ലാലേട്ടൻ പറയുന്നുണ്ട്, നന്നായിട്ട് ഊക്കിന് കൊടുക്കുന്നുണ്ട്. അതായത് വേറൊന്നുമല്ല, ഈ പറയുന്ന നിനക്ക് പുറത്തു പോയാൽ ആരും തന്നെ തിരിച്ചിങ്ങനെ കയറ്റാറില്ല, ആരെയും കയറ്റിയിട്ടില്ല. പക്ഷേ ഇതിപ്പോൾ നെവിൻ നന്നായിട്ട് കെഞ്ചി പറഞ്ഞതുകൊണ്ടാണ്. ഇനി ഇതുപോലെ നെവിനെ പോലെ ഒരാൾ സ്ഥിരമായിട്ട് പുറത്തു പോകണം എന്ന് പറയുന്നുണ്ടല്ലോ, രേണുസുതി എണീക്കാൻ പറയുന്നുണ്ട്, രേണുസുതി എണീക്കുന്നുണ്ട്. ശരിക്കും രേണുസുതി പേടിച്ചു പോയി കേട്ടാ. കാരണം ഇനി പുറത്തെങ്ങാനും പറഞ്ഞു വിടുവോ എന്നുള്ളൊരു പേടി കാണും. പക്ഷേ ഉറപ്പായിട്ടും ഈ പ്രേക്ഷകരുടെ സപ്പോർട്ട് ഉണ്ടായതുകൊണ്ട് തന്നെ രേണുസുതിക്ക് അങ്ങനെ പുറത്തു പോകാൻ പറ്റില്ല. പക്ഷെ എന്തെങ്കിലും ഒരു കോണ്ടന്റ് കൊടുക്കണം. അവിടെ അതിനുള്ള എല്ലാ സൗകര്യങ്ങളും രേണുസുതിക്കുണ്ട്. ഇപ്പോൾ തലയിൽ പേൻ എന്ന് പറഞ്ഞിട്ട് ഇളക്കി വിട്ടിരുന്നു, അല്ലെങ്കിൽ ആ സെപ്റ്റി ടാങ്കിന്റെ വിളിയുണ്ട്. അതൊക്കെ ആ സമയത്ത് അതിനനുസരിച്ച് നല്ല രീതിയിൽ തന്ത്രപരമായിട്ട് വേണം ഇതിനെയൊക്കെ കൈകാര്യം ചെയ്യാൻ. അല്ലാതെ ഇതിന്റെ പേരിൽ കരഞ്ഞിട്ട് എനിക്ക് തിരിച്ചു പോകണം, എന്നെ ഇവിടെ എല്ലാവരും ഒറ്റപ്പെടുത്തുന്നു, എനിക്കിവിടെ വയ്യ നിൽക്കാൻ, എനിക്ക് വയ്യ എന്നും പറഞ്ഞിട്ട് നിൽക്കാൻ പാടില്ല. അതിനല്ല നമ്മൾ ഈ ബിഗ് ബോസ് ഗെയിമിലേക്ക് വന്നത്. ഇവിടെ പ്രേക്ഷകർ കാണുന്നത് ഒരിക്കലും ഇത്തരത്തിലുള്ള ഓരോ കാർഡുകൾ ഇറക്കുന്നത് കാണാനല്ല, അവര് റിയൽ ആയിട്ട് നിന്ന് കളിക്കുന്നത് കാണാനാണ്. സത്യത്തിൽ കരയുന്നുണ്ടെങ്കിൽ കൂടിയും അനുമോള് ജയിക്കുന്നതിന്റെ ഒരു പോയിന്റ് അതാണ്. അവിടെ പ്രേക്ഷകരുടെ സപ്പോർട്ട് കിട്ടി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇനി രേണുസുതിയുടെ അടുത്തൊരു പ്രശ്നം എന്ന് പറയുന്നത്, ഈ ആഴ്ച നെവിൻ പോയ ദിവസം ജിസേലും എല്ലാവരും അവിടെ ഇരിക്കുകയാണ്. ജിസേലും ആര്യൻ ഇവരൊക്കെ അവിടെ ഇരിക്കുന്ന സമയത്ത് രേണുസുതി അവിടെ ഇരുന്ന് പറയുന്നുണ്ട്. അപ്പൊ രേണുസുതിയും ഇതിനകത്ത് പോണം എന്ന് പറയുന്നുണ്ടല്ലോ എന്ന് ചോദിച്ച് ആരോ അവിടെ ഒന്ന് ട്രിഗർ ചെയ്തപ്പോഴത്തേക്ക് രേണുസുതി പറഞ്ഞു, രേണുസുതി ഇങ്ങനെ പറയത്തില്ല, രേണുസുതി ഇങ്ങനെ ഇറങ്ങി പോകത്തുമില്ല, രേണുസുതി ഇവിടെ പ്രേക്ഷകരുടെ പിടിച്ചു നിർത്തുന്നതാണ്, രേണുസുതിക്ക് ഇവിടെ നിൽക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു. എന്നിട്ട് രേണുസുതി പറഞ്ഞ ഒരു വാക്ക് ഇങ്ങനെയാണ്, ഞാൻ ബിഗ് ബോസിനോട് പറഞ്ഞിട്ടില്ല, ഞാൻ പ്രേക്ഷകരോട് പറയാറുണ്ട്, അത് നിങ്ങൾക്ക് നിർത്താൻ താല്പര്യം ഉണ്ടെങ്കിൽ എന്നെ നിർത്തിയാൽ മതി എന്നൊക്കെ ഞാൻ പ്രേക്ഷകരോടാണ് പറഞ്ഞത് എന്ന തരത്തിൽ ഒന്ന് ആ പറഞ്ഞ രീതിയെ ഒന്ന് വളച്ചൊടിക്കുന്നുണ്ടായിരുന്നു. സത്യത്തിൽ രേണുസുതിക്ക് ഇവിടെ നിന്ന് പോകണമെന്നും ഹെൽത്ത് ഓക്കെ അല്ല എന്നുമൊക്കെ ഈ എവിക്ഷന്റെ ഇതിലോട്ട് വരുമ്പോഴാണ് ഈ ഒരുമാതിരി എന്താ നമ്മൾ പറയാറുണ്ടല്ലോ, എനിക്ക് വേണ്ട എന്ന് വെറുതെ വാക്കുകൊണ്ട് പറയുന്നു, സംഭവം മനസ്സുകൊണ്ട് എന്തുവാ വേണം. ഇത് കേൾപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വേണ്ട സെന്റിമെന്റ്സ് കാണിക്കുകയാണ്. ഈ ഇത്തരത്തിലുള്ള സെന്റിമെന്റ്സ് ഒരുപാട് കാണിക്കുന്നത് കൊണ്ട് തന്നെ രേണുസുതിക്ക് എന്താണ് അവിടെ കൺവേ ചെയ്യാനുള്ളതെന്നുള്ളത് ഈ ഒരുപാട് തവണ ആയപ്പോഴത്തേക്കും പ്രേക്ഷകർക്കും അത് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. അതാണ് ലാലേട്ടൻ അവിടെ എടുത്തു സൂചിപ്പിക്കുന്നത്, രേണുസുതിക്ക് പോകണോ എന്ന്. പക്ഷെ ഏതായാലും ശരി, രേണുസുതിക്ക് പോകാൻ താല്പര്യമൊന്നും ഇല്ല, രേണുസുതിക്ക് അവിടെ നിൽക്കാൻ തന്നെയാണ് താല്പര്യം. പക്ഷെ ആരുടെയും കാര്യത്തിൽ ഇടപെടാൻ താല്പര്യമില്ല എന്ന് രേണുസുതി എല്ലായ്പ്പോഴും പറയുന്നുണ്ട്. ഇങ്ങോട്ട് വന്നാൽ മാത്രമേ ഞാൻ അങ്ങോട്ട്, എൻ്റെ കാര്യത്തിൽ ഒരാൾ എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ ഇടപെടും. കാരണം ഇന്ന് അനീഷിന്റെ കേസിലൊക്കെ പറയുന്നുണ്ട്, അനീഷ് ചുമ്മാ ഇങ്ങോട്ട് വരുന്നത് കൊണ്ടാണ്. അനീഷ് സത്യത്തിൽ രേണുസുതി എടുത്ത് ചെന്നതല്ല, സെൽഫായിട്ട് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത് ഡിസ്റ്റർബൻസ് ആയിട്ട് തോന്നിയിട്ട് രേണുസുതി പറയുന്നുണ്ട്. അല്ലാതെ രേണുസുതി ആരുടെ കാര്യത്തിലും ഇടപെടാൻ ഒരിക്കലും പോകത്തില്ല എന്നുള്ളത് ഈ ഒരു 3 ആഴ്ച കൊണ്ട് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ശരി, നിങ്ങൾ ഇപ്പോഴും രേണുസുതിയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ, അതോ രേണുസുതി അവിടെ വെറുതെയാണ് പുറത്തു പോകട്ടെ എന്നാണോ പറയുന്നത്? അത് നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് സീരിയൽ ഗ്രാൻഡ്മ കാണുന്നെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ പോയി വരാം. ബൈ.